ഏക ദൈവത്തിന് സ്തുതി. കർത്താവിൽ പ്രിയരെ, മലങ്കര ഓർത്തഡോക്സ് സഭയിൽ ഡൽഹി ഭദ്രാസനത്തിലെ ബഹുമാനപ്പെട്ട ഷിനു തോമസ് അച്ഛൻ, ഡൽഹി മെത്രാപ്പോലിത്ത ആയിരുന്ന അഭിവന്യ പൗലോസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനിയുടെ ജീവിതം, ചരിത്രം, ചിന്തകൾ, ദർശനങ്ങൾ, രചനകൾ എന്നിവയെക്കുറിച്ച് 100 ആളുകളോട് ഇൻ്റർവ്യൂ ചെയ്ത് വീഡിയോസ് ചിത്രീകരിച്ചു കൊണ്ടിരിക്കുകയാണല്ലോ. റാന്നി പെരുന്നാട് ബദനി ആശ്രമാംഗമായ എന്നെയും അതിലൊരാളായി ബഹുമാനപ്പെട്ട അച്ഛൻ തിരഞ്ഞെടുത്തതിലുള്ള സന്തോഷവും നന്ദിയും ആദ്യമേ അറിയിക്കട്ടെ. ഡോക്ടർ പൗലോസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനിയെ പറ്റിയുള്ള അച്ഛൻ്റെ ആദ്യ ബന്ധവും അനുഭവവും അത് നമ്മളോടൊന്ന് പങ്കുവെക്കാമോ? അഭിമന്യ പൗലോസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനിയെ ആദ്യമായി ഞാൻ കാണുന്നത് ഒരു ആശുപത്രിയിൽ വെച്ചാണ്. അദ്ദേഹം ഇഹലോകവാസം വെടിഞ്ഞ് സ്വർഗീയ യാത്ര പ്രവേശിക്കുന്നത് മറ്റൊരു ആശുപത്രിയിൽ വെച്ചാണ്. ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ സന്നിധിയിൽ ഞാൻ കാണപ്പെട്ടത് ഒരു ദൈവനിയോഗമായി മാത്രം ഞാൻ ചിന്തിക്കുന്നു. ഈജിപ്ഷ്യൻ ഓർത്തഡോക്സ് സഭയിലെ സന്യാസമുഖങ്ങൾ സന്ദർശിക്കാനുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചു. അതിന് മുഖാന്തരമായത് ബോംബെ ഭദ്രാസന മെത്രാപ്പോലിത്ത ആയിരുന്ന അഭിവന്യ ഗീവർഗീസ് മാർ കൂറിലോസ് തിരുമേനിയാണ്. അദ്ദേഹം എനിക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു തന്നു. ഞാൻ അങ്ങനെ ഈജിപ്ഷ്യൻ സന്ദർശനം നടത്തുകയും ചെയ്തു. ഉപസംഹാരമായി 2-3 മിനിറ്റുകൾ ചില കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ട് എൻ്റെ വാക്കുകൾ ഞാൻ ചുരുക്കുകയാണ്. 1971 മുതൽ 75 വരെ അഭിവന്യ പൗലോസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനിയുടെ ഒരു വിദ്യാർത്ഥിയായി ഞാൻ സെമിനാരിയിൽ പഠിച്ച കാലം എൻ്റെ ജീവിതത്തിലെ സുവർണകാലമായി ഞാൻ സ്വയം ചിന്തിക്കുന്നു. അഭിവന്യ പൗലോസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനിയുടെ ഞായറാഴ്ച പ്രസംഗങ്ങൾ, ധ്യാന പ്രസംഗങ്ങൾ, ക്ലാസുകൾ, അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങൾ, ഇവയിൽ കൂടി എനിക്ക് ലഭിച്ച ദൈവികമായ മുത്തുമണികൾ, ഞാൻ എഴുതിയ നല്ല നിലം, 53 ഞായറാഴ്ച പ്രസംഗങ്ങൾ എന്ന പുസ്തകത്തിൽ ഏതാനും പ്രസംഗങ്ങളിൽ ഞാൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ വന്യപിതാവിൻ്റെ അനുഗ്രഹം ബലിഹീനനായ എനിക്കും ലഭിച്ചിട്ടുണ്ട് എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഈ വന്യപിതാവിൻ്റെ നിത്യശാന്തിക്കായി ഹൃദയംഗമായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. 1968-70 കാലയളവിൽ കോട്ടയം ബസലിയസ് കോളേജിലെ ഒരു വിദ്യാർത്ഥിയായിരുന്നു ഞാൻ. മാർ ഏലിയ ചാപ്പലിൽ അന്നത്തെ വികാരി ബഹുമാനപ്പെട്ട ബേബി അച്ഛൻ എന്ന സ്നേഹപ്പേരിൽ അറിയപ്പെടുന്ന ഫാദർ ഗീവർഗീസ് ആയിരുന്നു. അദ്ദേഹം ഒരു ദിവസം ഞങ്ങളോട് പറഞ്ഞു, വൈദിക സെമിനാരി പ്രിൻസിപ്പൽ ബഹുമാനപ്പെട്ട പോൾ വർഗീസ് അച്ഛന് ഇന്നലെ രാത്രിയിൽ ഒരു അപകടമുണ്ടായി, അദ്ദേഹത്തെ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഞങ്ങൾ 2-3 പേർ ബഹുമാനപ്പെട്ട അച്ഛനെ കാണാൻ വേണ്ടി ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ പ്ലാസ്റ്റർ ഉണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. അദ്ദേഹം ചിരിച്ചുകൊണ്ട് ഞങ്ങളെ തലയാട്ടി മുറിയിലേക്ക് ക്ഷണിച്ചു. ഞങ്ങൾ കയറി ചെന്നു. അതൊരു സന്തോഷത്തോടെ 2-3 മിനിറ്റ് സമയം ഞങ്ങൾ സംസാരിച്ചു.
അത് കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ അവിടെ നടക്കുന്ന സംസാരത്തിൻ്റെ രത്നച്ചുരുക്കം ഇതായിരുന്നു. ആ സമയത്ത് അവിടെ ഈ അപകടം സംബന്ധിച്ച റിപ്പോർട്ട് എഴുതിയെടുക്കുവാൻ വേണ്ടി പോലീസ് ഉദ്യോഗസ്ഥർ എത്തിയിരുന്നു. അവരോട് തിരുമേനി പറഞ്ഞ കാര്യം ഇങ്ങനെയാണ്: ഇന്നലെ വൈകിട്ട് ഞാൻ തിരുവനന്തപുരത്തൊരു പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്തിട്ട് ഭക്ഷണം കഴിഞ്ഞ് രാത്രി തന്നെ കോട്ടയം സെമിനാരിയിലേക്ക് മടങ്ങിപ്പോന്നു. തിരിച്ചു വരുന്ന വഴി ചങ്ങനാശ്ശേരി കഴിഞ്ഞ് കുറിച്ചിയിൽ വെച്ച് ഞാൻ ഉറങ്ങിപ്പോയി. ഉറങ്ങി വണ്ടി ഓടിച്ച് കയ്യിൽ നിന്നും വണ്ടി ബാലൻസ് തെറ്റി റോഡ് സൈഡിൽ ഈട്ടയിൽ ഇടിച്ച് ആണ് ഈ അപകടം ഉണ്ടായത്. പോലീസുകാർ പുറത്തിറങ്ങി നിന്നവരോട് പറഞ്ഞു, ഈ അച്ഛന് ഇൻ്റർനാഷണൽ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള വ്യക്തിയാണ്. ഉറക്കം തൂങ്ങി വണ്ടി ഓടിച്ച് അപകടമുണ്ടായി എന്ന് ഞങ്ങൾ റിപ്പോർട്ട് കൊടുത്താൽ ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ ഡ്രൈവിംഗ് ലൈസൻസ് നഷ്ടമാകാൻ സാധ്യതയുണ്ട് എന്ന സൂചന നൽകി. അകത്ത് വീണ്ടും ആളുകൾ കയറി തിരുമേനിയോട് കാര്യം പറഞ്ഞു. തിരുമേനി പറഞ്ഞു, ഞാൻ വന്ന വഴി ഉറങ്ങിപ്പോയി, ഉറക്കം തൂങ്ങി വണ്ടി ഓടിച്ചു, അങ്ങനെയാണ് അപകടം ഉണ്ടായത്, അതാണ് സത്യമെന്ന് അദ്ദേഹം വീണ്ടും പറഞ്ഞു. വിദ്യാർത്ഥിയായിരുന്ന എൻ്റെ ഹൃദയത്തെ സ്പർശിച്ച അദ്ദേഹത്തിൻ്റെ സ്വഭാവശ്രേഷ്ഠതയെ ഞാൻ ശ്ലാഘിക്കുന്നു. ഒരു ചെറിയ കാര്യസാധ്യത്തിന് വേണ്ടി കള്ളം പറയരുത് എന്ന ഒരു സത്യം അവിടെ നിന്നവരൊക്കെ അദ്ദേഹം പഠിപ്പിച്ചു. കോട്ടയം വൈദിക സെമിനാരിയിൽ 1971 മുതൽ 75 വരെ അദ്ദേഹത്തിൻ്റെ വിദ്യാർത്ഥിയായി പഠിച്ച കാലത്തെ അദ്ദേഹത്തോട് ഒരു കള്ളവും പറയരുതെന്ന് യുവാവായ ഞാനും സ്വയം ചിന്തിച്ചു. അദ്ദേഹത്തിൻ്റെ ആ സ്വഭാവശ്രേഷ്ഠതയെ ഞാൻ എൻ്റെ മരണം വരെയും മനസ്സിൽ കൊണ്ടു നടക്കും. ഡോക്ടർ പൗലോസ് മാർ ഗ്രിഗോറിയസ് തിരുമേനിയുടെ സന്യാസത്തെ പറ്റിയുള്ള ദർശനങ്ങൾ അവ എന്തായിരുന്നു? സെമിനാരിയിൽ പഠിപ്പിക്കുന്ന കാലത്ത് അദ്ദേഹം സന്യാസ പ്രസ്ഥാനത്തെക്കുറിച്ച് വളരെയേറെ കാര്യങ്ങൾ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. ബദനി സമൂഹത്തെ അദ്ദേഹം പ്രത്യേകം സ്നേഹിച്ചിരുന്നു എന്നതിന് തെളിവുകളുണ്ട്. WCC പ്രസിഡന്റ് ആകുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തിന് ആഗോള സഭയുമായി വളരെ ആഴമായ ബന്ധം ഉണ്ടായിരുന്നു. റഷ്യൻ ഓർത്തഡോക്സ് സഭയിലെ പരിശുദ്ധ പാത്രിക്കീസ് ബാവ, ബൈസന്റിയൻ ഓർത്തഡോക്സ് സഭകളിലെ പരിശുദ്ധ പിതാക്കന്മാർ, പ്രത്യേകിച്ച് എക്യുമെനിക്കൽ പാത്രിക്കീസ്, ഓറിയന്റൽ ഓർത്തഡോക്സ് സഭകളിലെ പരിശുദ്ധ പിതാക്കന്മാർ എന്നിവരൊക്കെ സെമിനാരി സന്ദർശിക്കുവാൻ വന്നിരുന്നു. ഫോറിൻ സഭകളിൽ നിന്ന് പിതാക്കന്മാർ മലങ്കര സഭയിൽ എത്തുമ്പോൾ അവരെ എല്ലാവരെയും കൂട്ടിക്കൊണ്ട് പൗലോസ് മാർ ഗ്രിഗോറിയസ് തിരുമേനി ബദനി ആശ്രമത്തിൽ വന്നിട്ടുണ്ട്. അച്ഛനായിരുന്ന കാലത്തും മെത്രാപ്പൊലീത്തയായ കാലത്തും അദ്ദേഹം അത് പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. ബദനി സമൂഹത്തോടുള്ള അദ്ദേഹത്തിൻ്റെ സ്നേഹവും താല്പര്യവും ഞങ്ങളങ്ങനെ അനുഭവിച്ച് അറിഞ്ഞവരാണ്. ബദനി സമൂഹം മാത്രമല്ല, മലങ്കര സഭയിലെ എല്ലാ സന്യാസ സമൂഹങ്ങളെക്കുറിച്ചും അദ്ദേഹത്തിന് വലിയ സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഉണ്ടായിരുന്നു. ബദനി സമൂഹത്തിൽ അദ്ദേഹം പിതാക്കന്മാരെ കൊണ്ടുവന്നതിന് പുറകിൽ ഒരു ഉദ്ദേശവും ലക്ഷ്യവും ഉണ്ടായിരുന്നു. എല്ലാ ഓർത്തഡോക്സ് സഭകളിലും സന്യാസ പ്രസ്ഥാനം വളരെ സജീവമായിരുന്നു. മലങ്കര ഓർത്തഡോക്സ് സഭയിലും സന്യാസ പ്രസ്ഥാനം സജീവമായി നിലനിൽക്കുന്നു എന്നതിന് പുറത്തുനിന്നും വരുന്ന പിതാക്കന്മാർക്ക് ഒരു
ലക്ഷ്യം കാണിച്ചു കൊടുക്കുക എന്ന ഉദ്ദേശം കൂടി ബദനിയിലെ സന്ദർശനത്തിന് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നുവെന്ന് ഞാൻ ഹൃദയംഗമായി ചിന്തിക്കുന്നു. ആ സ്വഭാവശ്രേഷ്ഠതയിൽ ഞങ്ങൾ എല്ലാവരും അദ്ദേഹത്തോട് കടപ്പെട്ടിരിക്കുന്നു. അഭിവന്യ ഡോക്ടർ പൗലോസ് മാർ ഗ്രിഗോറിയസ് തിരുമേനിയുടെ അന്ത്യനാളുകളിൽ ഒക്കെയും അച്ഛൻ ഡൽഹി ഓർത്തഡോക്സ് സെൻറ്ററിൽ താമസിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ആ സമയത്ത് പ്രത്യേകിച്ചും തിരുമേനി കാലം ചെയ്യുന്ന ആ നിമിഷമൊക്കെയും അച്ഛൻ അവിടെ ഉണ്ടായിരുന്നു. ആ സമയത്തെ പറ്റിയും ആ സന്ദർഭങ്ങളെ പറ്റിയൊക്കെയും നമ്മളൊന്ന് വിവരിക്കാമോ? തുഗ്ലക്കാബാദ് ഓർത്തഡോക്സ് സെൻറ്റർ അഥവാ ഡൽഹി മെത്രാസന അരമനയിൽ 1996 ജൂൺ മാസത്തിൽ ഞാൻ എത്തിച്ചേരുന്നതിന് ഒരു പ്രത്യേക ലക്ഷ്യം ഉണ്ടായിരുന്നു. ജൂൺ മാസത്തിൽ കോട്ടയം സെമിനാരിയിൽ ചെന്ന് അഭിവന്യ പൗലോസ് മാർ ഗ്രിഗോറിയസ് തിരുമേനിയെ കണ്ട് ഒരപേക്ഷ സമർപ്പിക്കുകയുണ്ടായി. ഈജിപ്ഷ്യൻ ഓർത്തഡോക്സ് സഭയിലെ മരുഭൂമിയിലെ സന്യാസ സമൂഹങ്ങൾ സന്ദർശിക്കണം. 6 മാസമെങ്കിലും ആ സന്യാസിമാരോടൊത്ത് എനിക്ക് ജീവിക്കണം. അതിന് അഭിവന്യ തിരുമേനി എന്നെ സഹായിക്കണം എന്നുള്ളതായിരുന്നു അപേക്ഷ. അഭിവന്യ തിരുമേനി വളരെ സന്തോഷത്തോടെ എന്നോട് പറഞ്ഞു, അച്ഛൻ ഈ കാര്യത്തിൽ വിഷമിക്കേണ്ട, അച്ഛൻ ഡൽഹി അരമനയിലേക്ക് പോയിക്കൊള്ളുക. ഞാൻ അവിടെ വന്നു കഴിഞ്ഞിട്ട് ഈജിപ്ഷ്യൻ ഓർത്തഡോക്സ് സഭ സന്ദർശിക്കാനുള്ള പേപ്പറുകളൊക്കെയും ശരിയാക്കി തരാമെന്ന് അദ്ദേഹം ഏറ്റു. ഞാൻ അങ്ങനെ ജൂൺ മാസത്തിൽ തന്നെ ഡൽഹി അരമനയിലെത്തി. അവിടെ ആ സമയത്ത് ഡൽഹി ഭദ്രാസന അസിസ്റ്റന്റ് മെത്രാപ്പൊലീത്ത ഇഒ മാർ പീലക്സിനോസ് തിരുമേനി, ഭദ്രാസന സെക്രട്ടറി ബഹുമാനപ്പെട്ട PA പിലിപ്പച്ചൻ, സെമിനാരി ജീവിതം ആഗ്രഹിച്ച് താമസിക്കുന്ന ബ്രദേഴ്സ് 3 പേര്, പ്രിയപ്പെട്ട സാം, ഷിബു, ബിജു, അരമന ചാപ്പലിലെ ശുശ്രൂഷകൻ പ്രിയപ്പെട്ട തോമസ്, ഡ്രൈവർ ജേക്കബ് എന്നിവർ അവിടെ ഉണ്ടായിരുന്നു. അവരോടൊത്ത് ഞാനും സന്തോഷമായി ജീവിതം ആരംഭിച്ചു. ജൂലൈ മാസത്തിൽ അഭിവന്യ തിരുമേനി ഡൽഹി അരമനയിലെത്തി എനിക്ക് വേണ്ടിയുള്ള ഫാക്സുകൾ അയച്ചു. എന്നാൽ ഈജിപ്ഷ്യൻ ഓർത്തഡോക്സ് സഭയിൽ നിന്നും ഉടൻ റിപ്ലൈ ലഭിച്ചില്ല. അതിൻ്റെ പ്രധാന കാരണം മനസ്സിലാക്കിയത് ഈജിപ്ഷ്യൻ പാത്രികീസായ ഈസ്റ്റ് ഹോളിനസ് പോപ്പ് ഷിനൂഡ അദ്ദേഹത്തിൻ്റെ വിദേശ രാജ്യത്തിലുള്ള കോപ്റ്റിക് ഓർത്തഡോക്സ് സഭയിലെ മക്കളെ കാണുവാനുള്ള സന്ദർശന തിരക്കിലായിരുന്നു എന്നതാണ്. എന്നാൽ അതുമാത്രമല്ല, വീണ്ടും ചില സാങ്കേതിക തടസ്സങ്ങൾ ഉണ്ടായി. സെപ്റ്റംബർ മാസത്തിൽ അഭിവന്യ പൗലോസ് മാർ ഗ്രിഗോറിയസ് തിരുമേനി ബോംബെയിലുള്ള ഗവർണർ ഡോക്ടർ PC അലക്സാണ്ടർ ക്ഷണം സ്വീകരിച്ച് അദ്ദേഹത്തിൻ്റെ പാലസിലേക്ക് ഒരു ട്രീറ്റ്മെൻറ്റിനായി പോവുകയുണ്ടായി. ഗവർണറുടെ പാലസിൽ താമസിച്ച് ചികിത്സാ വിധികൾ നടപ്പിലാക്കിയെങ്കിലും പൂർണ്ണ പ്രയോജനം ലഭിച്ചില്ല. അദ്ദേഹത്തിൻ്റെ ക്ഷീണം വർദ്ധിക്കുകയും ബോംബെയിലുള്ള JJ ഹോസ്പിറ്റലിൽ അദ്ദേഹത്തെ അഡ്മിറ്റാക്കുകയും ചെയ്തു. ഡൽഹി അരമനയിൽ നിന്നും മദ്രാസ് സെക്രട്ടറി ആയിരുന്ന ബഹുമാനപ്പെട്ട PA പിലിപ്പച്ചൻ ഉടൻ തന്നെ ബോംബെ JJ ഹോസ്പിറ്റലിലേക്ക് പോയി. അവിടെ ചെന്ന് തിരുമേനിക്ക് വേണ്ട എല്ലാ ശുശ്രൂഷകളും നടത്തിക്കൊടുത്തു. സെപ്റ്റംബറിൽ PA പിലിപ്പച്ചനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ സഹോദരൻ്റെ വിവാഹ കൂദാശ നടത്തേണ്ട ചുമതല ഉണ്ടായിരുന്നതാണ്. സഹോദരൻ്റെ വിവാഹ കൂദാശ നടത്താൻ ഏറ്റിരുന്ന കാര്യം തിരുമേനിക്കറിയാം.
തിരുമേനി പിൽപ്പച്ചനെ വളരെയേറെ നിർബന്ധിച്ചിട്ടും അദ്ദേഹം നാട്ടിലേക്ക് പോയുമില്ല, വിവാഹ ഉദാശയിൽ സംബന്ധിച്ചുമില്ല. സെപ്റ്റംബറിലെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് ഒക്ടോബറിൽ അഭിനന്ദ തിരുമേനി ഡൽഹി അരമനയിലെത്തി. അപ്പോൾ മറ്റൊരു വിഷയമുണ്ടായി. നവംബർ മാസത്തിൽ ഇയ്യോബ് മാർ പീലസ്തീനോസ് തിരുമേനിക്ക് കുവൈറ്റിൽ വളരെ സുപ്രധാനമായ ചില പ്രോഗ്രാംസ് ഉണ്ട്. നവംബർ മാസത്തിൽ ഇയ്യോബ് തിരുമേനിക്ക് കുവൈറ്റിലേക്ക് പോയേ മതിയാവൂ. നവംബർ മാസത്തിൽ ബഹുമാനപ്പെട്ട പിലിപ്പച്ചൻ്റെ കൊച്ചമ്മയുടെ രണ്ടാമത്തെ പ്രസവം നടക്കേണ്ടതാണ്. പിലിപ്പച്ചനും നാട്ടിലേക്ക് പോകേണ്ട അത്യാവശ്യം ഉണ്ട്. ഈ വിഷയങ്ങൾ വന്നപ്പോൾ എല്ലാവരും കൂടി ആലോചിച്ചു. ഞാൻ ഡൽഹിയിൽ നിൽക്കാമെന്നും ഉടനെ ഈജിപ്തിലേക്ക് പോകേണ്ട എന്നും ഉള്ള അവരുടെ ആഗ്രഹം മനസ്സിലാക്കി ഞാൻ അതിന് സമ്മതം അരുളി. അങ്ങനെ നവംബർ മാസത്തിൽ അഭിവന്യ ഇയ്യോബ് മാർ പീലസ്തീനോസ് തിരുമേനി കുവൈറ്റിലേക്കും പോയി. ബഹുമാനപ്പെട്ട പിലിപ്പച്ചൻ നാട്ടിലേക്കും പോയി. അഭിവന്യ ഇയ്യോബ് മാർ പീലസ്തീനോസ് തിരുമേനി കുവൈറ്റിലേക്ക് പോകുന്നതിന് മുമ്പ് എന്നെ വിളിച്ച് ഒരു കാര്യം പറഞ്ഞു. അച്ഛാ, ഗ്രിഗോറിയോസ് തിരുമേനിക്ക് ക്ഷീണമൊക്കെ ഉള്ള കാലമാണ്, അച്ഛൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാൻ തലനമിച്ച് ആ ഉത്തരവ് സ്വീകരിച്ചു. നവംബർ മാസത്തിൽ പതിവ് പോലെ ഗ്രിഗോറിയോസ് തിരുമേനിക്ക് സന്ദർശകർ ഉണ്ടായിരുന്നു. വന്ന എല്ലാവരോടും അദ്ദേഹം വളരെ സ്നേഹത്തോടും സന്തോഷത്തോടും സംസാരിച്ചിട്ടുണ്ട്, ഇടപെട്ടിട്ടുണ്ട്. അങ്ങനെ ദിവസങ്ങൾ പോയി. നവംബർ മാസം 23-ാം തീയതി ശനിയാഴ്ച ഉച്ച കഴിഞ്ഞ് ഇന്ത്യൻ റെയിൽവേയിലെ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥൻ്റെ മകൻ അരമനയിൽ എത്തുകയുണ്ടായി. അദ്ദേഹം വന്നതിൻ്റെ ലക്ഷ്യം ഞായറാഴ്ച കുർബാന കഴിഞ്ഞ് തിരുമേനിയും കൊണ്ട് അവരുടെ വീട്ടിൽ പോകുന്നതിനും അവിടെ ധൂപപ്രാർത്ഥനയും മറ്റും നടത്തുന്നതിനുമുള്ള അനുവാദം ലഭിക്കുവാൻ വേണ്ടി എത്തിയതാണ്. ആ സമയത്ത് എന്നോട് ഗ്രിഗോറിയോസ് തിരുമേനി പറഞ്ഞു, അച്ഛാ, നാളെ ഞാൻ പോകുന്നില്ല, വിശുദ്ധ കുർബാന ഇവിടെ ചൊല്ലിയിട്ട് അച്ഛൻ ഇവരുടെ കൂട്ടത്തിൽ പോകണം, ഇവർ വണ്ടി കൊണ്ടുവരും, അവിടെ പോയി അവരുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെയും നടത്തിയിട്ട് അച്ഛനെ ഇവിടെ തിരിച്ചുകൊണ്ടാക്കും, ഇവർ തന്നെ തിരിച്ചുകൊണ്ടാക്കും എന്ന് തിരുമേനി എന്നോട് കൽപ്പിക്കുകയുണ്ടായി. ഞാനത് സമ്മതിച്ചു. അതുപോലെ സന്ധ്യാനമസ്കാരം കഴിഞ്ഞ് ഭക്ഷണം കഴിഞ്ഞ് അത്യാവശ്യമുള്ള മരുന്നുകളൊക്കെയും കഴിച്ചിട്ട് അദ്ദേഹം കിടന്നു. ഇത് നവംബർ 23-ാം തീയതി ശനിയാഴ്ച വൈകിട്ടത്തെ കാര്യമാണ് ഞാൻ സൂചിപ്പിച്ചത്. അന്ന് രാത്രി 3 മണി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ കട്ടിലിൽ ഫിറ്റ് ചെയ്തിരുന്ന എമർജൻസി ബെൽ അദ്ദേഹം നല്ലപോലെ പ്രസ് ചെയ്തു. തൊട്ടടുത്ത മുറിയിൽ തോമസ് താമസിക്കുന്നുണ്ടായിരുന്നു. ബെല്ലിൻ്റെ ശബ്ദം കേട്ട ഉടൻ തന്നെ തോമസ് തിരുമേനിയുടെ മുറിയിൽ ഓടിയെത്തി. ഞാൻ മുകളിലത്തെ നിലയിലായിരുന്നു. അവിടെ നിന്ന് ഞാനും തിരുമേനിയുടെ മുറിയിൽ പെട്ടെന്ന് ഓടിയെത്തി. വന്നു കഴിഞ്ഞപ്പോൾ തിരുമേനിക്ക് ചെസ്റ്റ് പെയിൻ ആണെന്നും അല്പം സീരിയസ് ആണെന്നും എനിക്ക് തോന്നി. ഞാൻ ചെന്ന് അവിടെയുള്ള ബ്രദേഴ്സിനെയും എല്ലാവരെയും വിളിച്ചുണർത്തി പെട്ടെന്ന് തിരുമേനിയുടെ മുറിയിലേക്ക് കൊണ്ടുവന്നു. അദ്ദേഹം ചൂടുവെള്ളം ചോദിച്ചു. ഫ്ലാസ്കിലിരുന്ന ചൂടുവെള്ളം കൊടുത്തു. ടോയ്ലറ്റിൽ പോകണമെന്ന് പറഞ്ഞു. ഞങ്ങൾ അതിന് സഹായിച്ചു. ഇതിനിടയിൽ ഞാൻ തിരുമേനിയോട് വളരെ നിർബന്ധമായി പറഞ്ഞു, തിരുമേനിക്ക് ക്ഷീണമുണ്ട്, ബത്ര ഹോസ്പിറ്റലിലേക്ക് പോകുവാൻ അവിടുന്ന് അനുവദിക്കണം. തിരുമേനിയുടെ അനുവാദമില്ലാതെ ഒരു ഹോസ്പിറ്റലിൽ ഞങ്ങൾക്ക് കൊണ്ടുപോകാൻ സാധ്യമല്ല. ഞങ്ങളെ നിർബന്ധം മൂലം അദ്ദേഹം സമ്മതം അരുളി. എന്നെ കൊണ്ടുപോയിക്കോ, കുഴപ്പമില്ല എന്ന് അദ്ദേഹം സമ്മതിച്ചു. പെട്ടെന്ന് ഞങ്ങൾ ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ തന്നെ
ബത്ര ഹോസ്പിറ്റൽ അദ്ദേഹത്തെ എത്തിച്ചു. നേരത്തെ മെസ്സേജ് കൊടുത്തിരുന്നതിനാൽ കാർഡിയോളജിസ്റ്റ് ECG എടുക്കുന്നതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും ചെയ്തു. ത്രിമേനിയെ ECG എടുക്കുന്ന മുറിയിലേക്ക് പ്രവേശിപ്പിച്ചു. എന്നെ മാത്രമേ ആ ECG റൂമിലേക്ക് കയറുവാൻ അനുവദിച്ചുള്ളൂ. ECG മെഷീൻ ഓൺ ചെയ്തു. 1 മീറ്റർ നീളത്തിൽ റെക്കോർഡ് ചെയ്ത പേപ്പർ പുറത്തു വന്നു കഴിഞ്ഞപ്പോൾ ആ മെഷീൻ ഒരു ശബ്ദത്തോടെ നിന്നു. ഉടൻ ആ കാർഡിയോളജിസ്റ്റിനോട് പറഞ്ഞു, ഫാദർ, ഹീസ് ഡൈയിങ്. അപ്പോൾ എനിക്ക് വളരെ പ്രയാസം തോന്നി. അദ്ദേഹം പെട്ടെന്ന് തൻ്റെ 2 കൈകളും കൊണ്ട് ശക്തമായി ചെസ്റ്റ് പ്രസ് ചെയ്ത് ജീവൻ രക്ഷിക്കാൻ ശ്രമിച്ചു. അതിനിടയിൽ ഞാൻ പെട്ടെന്ന് അഭിനന്ദ തിരുമേനിയുടെ തലയിൽ കൈവച്ച് പാപമോചന പ്രാർത്ഥനയും എനിക്കറിയാവുന്ന പ്രാർത്ഥനയും ചൊല്ലിത്തീർത്തു. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ അദ്ദേഹം ഈ ലോക ജീവിതം വെടിഞ്ഞ് കർത്താവിന് സന്നിധിയിലേക്ക് യാത്രയായി. ഞാൻ ഉടൻ പുറത്തിറങ്ങി തിരുമേനി കാലം ചെയ്ത കാര്യം പുറത്തുള്ളവരെല്ലാം അറിയിച്ചു. ആദ്യമായി ഹൗസ്കാസ് പള്ളി വികാരി ഫാദർ സാംബി ഗബ്രിയേലച്ചനെ വിവരം അറിയിക്കുവാൻ ഞാൻ പറഞ്ഞു. സാംബി ഗബ്രിയേലച്ചൻ ഹൗസ്കാസ് ഇടവകയിൽ വിവരം അറിയിക്കും. ചുറ്റുപാടുമുള്ള എല്ലാ പള്ളികളിലെ അച്ഛന്മാരെ വിളിച്ച് പെട്ടെന്ന് മെസ്സേജ് കൊടുത്തു. 1 മണിക്കൂറിനുള്ളിൽ അവിടെ ധാരാളം ആളുകൾ ഓടിയെത്തി. ബത്ര ഹോസ്പിറ്റലിൽ ആവശ്യമായ അവരുടെ പേപ്പറുകളൊക്കെയും ഞാൻ ഒപ്പിട്ട് കൊടുത്തു. ഭൗതിക ശരീരം അരമന ചാപ്പലിലേക്ക് മാറ്റി. ആ സമയത്തിനുള്ള അവിടെ ഓടിയെത്തിയ മാനേജിംഗ് കമ്മിറ്റി മെമ്പേഴ്സ്, കൗൺസിൽ മെമ്പേഴ്സ്, ബഹുമാനപ്പെട്ട അച്ഛന്മാർ എല്ലാവരുമായി കൂടിയാലോചിച്ച് 3 തീരുമാനങ്ങൾ എടുത്തു എന്നതാണ് എൻ്റെ ചിന്തയിൽ വരുന്ന ഓർമ്മ. ഒന്നാമത്, അദ്ദേഹത്തിൻ്റെ ആഗ്രഹപ്രകാരം കോട്ടയം സെമിനാരിയിലാണ് കബറടക്കേണ്ടത്. അതിനെ എംബാം ചെയ്യണം. എംബാം ചെയ്യുന്നതിനുള്ള ചുമതലക്കാരെ കണ്ടെത്തി അതിന് വേണ്ട കാര്യം ക്രമീകരിച്ചു. രണ്ടാമത്, 4 മണി കഴിഞ്ഞ് തുഗ്ലക്കാബാദ് അരമനയിൽ നിന്നും ഹൗസ്കാസ് പള്ളിയിലേക്ക് ഭക്തനിർഭരമായ നഗരി കാണിക്കൽ ശുശ്രൂഷ നടത്തണമെന്നുള്ള തീരുമാനമായിരുന്നു. അതിനുവേണ്ട ക്രമീകരണങ്ങൾ അവിടെ ചിന്തിച്ചു, തീരുമാനങ്ങൾ എടുത്തു. ഹൗസ്കാസ് പള്ളിയിലേക്കുള്ള നഗരി കാണിക്കൽ ശുശ്രൂഷ വളരെ ഭക്തിനിർഭരമായ രീതിയിൽ ഒരു വലിയ ജനതയുടെ സാന്നിധ്യത്തിൽ നടത്തുകയുണ്ടായി. ഹൗസ്കാസ് പള്ളിയിൽ ചെന്ന് കഴിഞ്ഞ് പ്രാർത്ഥനകൾക്ക് ശേഷം ഒരു ചാർട്ടേഡ് വിമാനം കണ്ടെത്തി അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം കോട്ടയം സെമിനാരിയിൽ എത്തിക്കുന്നതിന് വേണ്ട തീരുമാനങ്ങളും ക്രമീകരണങ്ങളും ചെയ്തു. ചാർട്ടേഡ് വിമാനത്തിൽ കോട്ടയം സെമിനാരിയിൽ ഭൗതിക ശരീരം എത്തിക്കുകയും കബറടക്ക ശുശ്രൂഷ ഭംഗിയാകുകയും ചെയ്തു. കോട്ടയം സെമിനാരി ആ സമയത്തേക്ക് ഇയോബ് മാർ പീലിയോസ് തിരുമേനിയും കോട്ടയം സെമിനാരിയിൽ എത്തി. PA ഫിലിപ്പിൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു. ഡൽഹി ഭദ്രാസനത്തിൽ നിന്നും വളരെയധികം ആളുകൾ ആ സമയം കൊണ്ട് അവിടെ എത്തി കബറടക്ക ശുശ്രൂഷ ഭംഗിയായി നടത്തി. കുവൈറ്റിൽ നിന്നും അഭിമന്യ ഇയോബ് തിരുമേനി പറഞ്ഞതനുസരിച്ച് ഞാൻ ഡൽഹി അരമനയിൽ തന്നെ താമസിച്ചു. കബറടക്ക ശുശ്രൂഷയെ സംബന്ധിക്കുവാൻ ഞാൻ കോട്ടയത്തേക്ക് പോയതുമില്ല. ബഹുമാനപ്പെട്ട ഷിനു തോമസ് അച്ഛൻ ഈ കാര്യത്തിൽ കാണിക്കുന്ന ജാഗ്രതയും ശുഷ്കാന്തിയും ഉത്സാഹവും അതിന് ഞാൻ ബഹുമാനപ്പെട്ട ഷിനു തോമസ് അച്ഛനെ പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം.